ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ ഹിക്വിഷൻ്റെ അൾട്രാ സീരീസിൽ വരുന്ന ക്യാമറയാണ്. ഇതിൻ്റെ ബോക്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് എന്തോ ഒരു പ്രത്യേകത ഒളിഞ്ഞിരിപ്പുണ്ട്. മാത്രമല്ല ഹിക്വിഷൻ്റെ എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് അതേ വലിപ്പത്തിൽ തന്നെയാണ് അൾട്രാ സീരീസ് എന്ന് പറഞ്ഞൊന്ന് എംഫസൈസ് ചെയ്തിരിക്കുന്നത്. അതേസമയം നമ്മൾ സാധാരണ കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചാനലിലൂടെ തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇതേപോലെയുള്ള അക്യൂസെൻസ് ക്യാമറയാണ്. അപ്പോൾ പ്രോ സീരീസ് ആണോ അൾട്രാ സീരീസ് ആണോ മികച്ചത്, ഇനി എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് ഈ ഒരു ക്യാമറയിൽ കൂടുതലുള്ളത്, ഇനി ഈ ഒരു ക്യാമറ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ പറയാം, ഹിക്വിഷൻ്റെ പ്രോ സീരീസ് ക്യാമറകളെ അപേക്ഷിച്ച് ഒന്നുകൂടെ മികച്ച ഹാർഡ്വെയർ ഉള്ള ക്യാമറകളെയാണ് ഹിക്വിഷൻ അൾട്രാ സീരീസ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറകൾക്ക് ഇപ്പോൾ ഈ ഒരു ക്യാമറ 3 സീരീസിൽ വരുന്നതാണ്. ഇതിൻ്റെ തന്നെ 5 സീരീസിൽ വരുന്ന ക്യാമറകൾക്ക് 5 വർഷം വരെ ഹാർഡ്വെയർ വാറണ്ടി, പ്രോഡക്റ്റ് വാറണ്ടി ഹിക്വിഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതേസമയം നമ്മൾ ഇതേപോലെ എടുക്കുന്ന സാധാരണ ക്യാമറകൾക്കെല്ലാം തന്നെ 2 ഇയർ ആണ് വാറണ്ടി വരുന്നത്. ഇപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന ഈ ഒരു ക്യാമറ 3 സീരീസിൽ വരുന്നതാണ്. ഇതിന് 2 ഇയർ തന്നെയാണ് വാറണ്ടി വരുന്നത്. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ ഹാർഡ്വെയർ ഇതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്, അൾട്രാ സീരീസ് ക്യാമറയാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ ഇതാണ് DS2CD 3056G2IS 4mm ലെൻസാണ് വരുന്നത്. ഇതിൻ്റെ MRP വരുമ്പോഴത്തേക്കും ഏതാണ്ട് 12,000 റുപ്പീസ് MRP വരുന്നുണ്ട് കേട്ടോ. 12,000 രൂപയാണ് ഇതിൻ്റെ MRP. പക്ഷേ ഇതിന് ഏതാണ്ട് ഒരു 7,000 സംതിങ് രൂപയാണ് വരുന്നത് കേട്ടോ. എക്സാക്റ്റ് പ്രൈസ് അറിയണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കണ നമ്പറിൽ നിങ്ങളൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി, പ്രൈസ് ഇട്ട് തരാം. അപ്പോൾ ഇതിൻ്റെ അലൈൻ കീ ആണ്. ഈ ഒരു ക്യാമറ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വെതർ പ്രൂഫ് ടേപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഡ്രില്ലിംഗ് ടെംപ്ലേറ്റ് നമ്മളെവിടെയെങ്കിലും കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈസി ആയിട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ബുക്ക്ലെറ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാമറ വരുന്നുണ്ട്. ക്യാമറ നല്ലൊരു കേസിങ്ങിൽ പൊതിഞ്ഞൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്ക്രൂ സെറ്റും വെതർ പ്രൂഫ് ഗ്ലാൻഡും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ മാറ്റി വയ്ക്കാം. നമ്മൾ വാല്യൂ സീരീസിൽ കാണുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക് ബോഡി ക്യാമറകളാണ് കണ്ടേക്കണം അല്ലേ. അപ്പോൾ ഇത് അൾട്രാ സീരീസ് ആയതുകൊണ്ട് മെറ്റൽ ബോഡിയാണ് വരുന്നത്. പിന്നെ പ്രോ സീരീസ് ക്യാമറകളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വെയിറ്റും ക്വാളിറ്റിയൊക്കെ ഉള്ള ക്യാമറകളാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ കൂടെ ഇതിൻ്റെ ഒപ്പം തന്നിരിക്കുന്ന ഒരു അലൻ കീ ഉണ്ടല്ലോ, ആ അലൻ കീ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ ഇത് ഓപ്പൺ ചെയ്യാം. അത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അലൻ കീ. അപ്പം ആ ഒരു അലൻ കീ തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. ക്യാമറ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും ഫിക്സ് ചെയ്തതിന് ശേഷം തിരിച്ച് വയ്ക്കുന്നതൊക്കെ. പിന്നെ ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ ഓഡിയോ ഇൻ ആൻഡ് ഔട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അലാം ഇൻ ആൻഡ് ഔട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പവർ ഔട്ട്പുട്ട് എടുക്കാം. ഇതിനകത്ത് പവർ ഔട്ട്പുട്ട് കിട്ടും. അത് 12 വോൾട്ട് 1 ആംപിയർ മാക്സിമം പവർ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ 12 വോൾട്ട് പവർ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ RJ45 പോർട്ട് ഉണ്ട്. ഇത് PoE എനേബിൾഡ് പോർട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് PoEയിലോട്ട് കണക്ട് ചെയ്യാം. ഇനി ഈ ഒരു ക്യാമറയുടെ പാസ്വേഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോയാലും പേടിക്കൊന്നും വേണ്ട. ഇതിനകത്തൊരു റീസെറ്റ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു സ്വിച്ച് ഒരു 3 സെക്കൻഡ് ഞെക്കി പിടിച്ചാൽ റീസെറ്റ് ആവും. പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻഫ്രാറെഡ് LED ആണ് വരുന്നത്. 2 ഇൻഫ്രാറെഡ് LED ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ 40 മീറ്ററോളം ഡിസ്റ്റൻസിലേക്ക് നമുക്ക് വ്യൂ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ക്യാമറയുടെ ക്വാളിറ്റി വരുന്നത്. എന്തായാലും ഈ ഒരു ക്യാമറ നല്ല ക്വാളിറ്റി ഉണ്ട്, നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്യാമറയാണ്. ഞാൻ നമ്മുടെ മറ്റേ പ്രോ സീരീസ് ക്യാമറയും കൂടെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോ സീരീസ് ക്യാമറ കേട്ടോ. ഇതിന് ഏതാണ്ട് ഈ ഒരു ക്യാമറയുടെ പകുതി സൈസ് മാത്രമേ ഉള്ളൂ കണ്ടോ. ഡബിൾ സൈസ് ഉണ്ട് ഈ ഒരു ക്യാമറയ്ക്ക്. ഈ ഒരു ക്യാമറയെ അപേക്ഷിച്ച് ഡബിൾ സൈസ് വരുന്നുണ്ട്. നല്ല നീളമുണ്ട്, അതുപോലെ തന്നെ നല്ല വെയിറ്റും ഈ ഒരു ക്യാമറയ്ക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രോ സീരീസ് ക്യാമറയുടെ ബാക്ക് സൈഡിലായിട്ടും ഇതേപോലെ തന്നെ റീസെറ്റ് സ്വിച്ചും മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലും അതുണ്ട് കണ്ടോ, ഇതിലും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഏതൊരു ക്യാമറയുടെയും ക്വാളിറ്റി എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് അതിൻ്റെ ഇമേജ് സെൻസറും അതുപോലെ തന്നെ അപ്പേർച്ചർ, ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളാണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാധാരണ 4 മെഗാ പിക്സൽ ഹിക്വിഷൻ്റെ അക്യൂസെൻസ് ക്യാമറയിൽ വരുന്ന ഇതിൻ്റെ ഇമേജ് സെൻസർ 1/3 ഇഞ്ചാണ്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് ഒന്നും കൂടെ നല്ല ഇമേജ് സെൻസറാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഇമേജ് സെൻസർ 1/2.7 ആണ്. പക്ഷേ എന്നാലും ഒരു ഇൻഫ്രാറെഡ് ക്യാമറയുടെ ഇമേജ് സെൻസർ എന്ന് പറയുന്നത് റെക്കമെൻഡഡ് ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ 1/2.5 ആണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെക്കമെൻഡഡ് ഇമേജ് സെൻസറിൽ നിന്നും വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഈ ഒരു ക്യാമറയുടെ ഇമേജ് സെൻസറിന് വരുന്നത്. കാരണം അൾട്രാ സീരീസിൽ വരുന്ന ക്യാമറയിലുള്ള ഒരു എൻട്രി ലെവൽ ക്യാമറയാണ് ഇത്. അത് മാത്രമല്ല ഈ ഒരു ക്യാമറ ഹിക്വിഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള
നമുക്ക് നൈറ്റ് വിഷൻ കേപ്പബിലിറ്റി കൂട്ടുന്ന ഡാർക്ക് ഫൈറ്റർ ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്യാമറ. പക്ഷേ ഈ ഒരു ക്യാമറയിൽ ഡാർക്ക് ഫൈറ്റർ ടെക്നോളജി ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാമറ ഞാൻ ഈ പുറത്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമറയ്ക്ക് അകത്തേക്ക് നമുക്കത് ലോഗിൻ ചെയ്യാം. കാരണം IP ക്യാമറ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ പോലെ തന്നെയാണ്. ക്യാമറയ്ക്കുള്ളിലേക്ക് നമുക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ക്യാമറയുടെ വ്യൂ ഈ ഒരു ഡിസ്പ്ലേയിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് ആ ഒരു ഡിസ്പ്ലേക്ക് എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് അഡീഷണൽ ആയിട്ട് നമ്മുടെ നോർമൽ അക്യൂസെൻസ് ക്യാമറയിൽ നിന്ന് ആ ഒരു ക്യാമറയെ വ്യത്യസ്തമാക്കുന്ന ഫീച്ചേഴ്സും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ലാപ്ടോപ്പ് വഴിയോ കമ്പ്യൂട്ടർ വഴിയൊക്കെ നിങ്ങൾക്ക് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ IVMS 4200 സോഫ്റ്റ്വെയർ യൂസ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ വെറുതെ ഗൂഗിൾ ക്രോമിലാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഗൂഗിൾ ക്രോം ഉപയോഗിച്ചും കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഈ ഒരു ക്യാമറയുടെ സബ്സ്ട്രീം വ്യൂ ആണ്. അതാണ് ഇതിന് ക്ലാരിറ്റി കുറച്ച് കുറവായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം ഇത് മൊബൈലിലേക്ക് നമുക്ക് കാണുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് കേട്ടോ. ഇപ്പം ഞാൻ മെയിൻ സ്ട്രീമിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. മെയിൻ സ്ട്രീമിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ലൊരു ക്വാളിറ്റി ഈ ഒരു ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതുണ്ടോ, നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ഈ ഒരു ക്യാമറ കാണുന്നത്. നൈറ്റ് വിഷൻ ആണെങ്കിലും ഇതുപോലെ തന്നെ നല്ല ക്ലിയർ നൈറ്റ് വിഷൻ തന്നെയായിരിക്കും. ഇത് കളർ നൈറ്റ് വിഷൻ തരുന്ന ക്യാമറയല്ല. ഞാൻ ആദ്യം പറഞ്ഞു ഇത് ഇൻഫ്രാറെഡ് ക്യാമറയാണ്, അതുകൊണ്ട് തന്നെ കളർ നൈറ്റ് വിഷൻ ആയിരിക്കില്ല. ഇനി ഇതിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെ ഇവിടെ നോക്കാം. നമുക്കിവിടെ കോൺഫിഗറേഷൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇത് ഓഡിയോ ഉള്ള ഒരു ക്യാമറയാണ് കേട്ടോ. വീഡിയോ മാത്രമല്ല, ഓഡിയോ കേപ്പബിലിറ്റി ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട്. ക്യാമറയുടെ മോഡൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. DS2CD 3056G2 IS എന്നുള്ള മോഡലിൽ വരുന്ന ഒരു അൾട്രാ സീരീസ് ക്യാമറയാണിത്. ആദ്യം ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നോക്കാം. ഇവിടെ സിസ്റ്റം സെറ്റിങ്സ് എടുക്കാം, ടൈം സെറ്റിങ്സ്. ഇവിടെ ഇപ്പോൾ ടൈം കിടക്കുന്നത് നമുക്ക് ബീജിംഗ് ആണ് കിടക്കുന്നത്, മാറ്റി മദ്രാസ് ബോംബെ ആക്കി മാറ്റാം. അതുപോലെ തന്നെ DST സെറ്റിങ്സ്, RS232, VCA റോൾ സെറ്റിങ്സ്, മെറ്റാഡാറ്റ സെറ്റിങ്സ്, അങ്ങനെ കുറേ സെറ്റിങ്സുകൾ. പിന്നെ മെയിൻ്റനൻസ് ഓപ്ഷൻസുകൾ, നമുക്ക് ക്യാമറ അപ്ഗ്രേഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ്റനൻസ് ഓപ്ഷനിൽ നമുക്ക് കാണിക്കുന്നത്. പിന്നെ സെക്യൂരിറ്റി ഓപ്ഷൻസിനെ പറ്റി പറയുവാണെങ്കിൽ അൾട്രാ സീരീസ് ക്യാമറകൾക്ക് പ്രോ സീരീസ് ക്യാമറകളെ അപേക്ഷിച്ച് ഒരുപാട് സെക്യൂരിറ്റി ഓപ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം അൾട്രാ സീരീസ് ക്യാമറയിൽ മാത്രമാണ് ഈ ഒരു മാക് അഡ്രസ് ഫിൽറ്ററിങ് ഓപ്ഷൻസ് നമുക്ക് കാണുന്നത്. നമ്മൾ പ്രോ സീരീസിലും വാല്യൂ സീരീസിലും നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മാക് അഡ്രസ് ഫിൽറ്ററിങ് ഓപ്ഷൻസ് ഒന്നും കാണാൻ സാധിക്കില്ല. IP അഡ്രസ് ഫിൽറ്ററിങ് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ സെക്യൂരിറ്റി സർവീസുകൾ, അതുപോലെ അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി, സർട്ടിഫിക്കറ്റ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ യൂസർ മാനേജ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡീഷണൽ യൂസേഴ്സ്, പിന്നെ പുതുതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് യൂസറിനെ കൊടുക്കുന്നതൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ആരൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്യാമറയ്ക്കുള്ളിലേക്ക് ലോഗിൻ ചെയ്തേക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. നെറ്റ്വർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന നെറ്റ്വർക്ക് സെറ്റിങ്സ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പം ഇമെയിൽ സെറ്റപ്പിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് മോഷൻ ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ലൈൻ ക്രോസിങ്, ഇൻട്രൂഷൻ, ഡിറ്റേഷൻ അങ്ങനെയുള്ള എന്തെങ്കിലും അഡീഷണൽ സ്മാർട്ട് ഫീച്ചേഴ്സ് ഒക്കെ കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എഗെയിൻസ്റ്റ് നമുക്ക് ഇമെയിൽ അലേർട്ട് വരുന്ന രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ തന്നെ കോൺഫിഗറേഷൻ ചെയ്യാൻ സാധിക്കും. പിന്നെ വീഡിയോ ആൻഡ് ഓഡിയോയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ROI ആണ്, റീജിയൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. നമുക്ക് സാധാരണ ഒരു അൾട്രാ സീരീസ് ക്യാമറയിൽ അതായത് ഈ ഒരു ക്യാമറയ്ക്കകത്ത് 5 റീജിയൻസ് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ സാധിക്കും. അതേസമയം നമ്മളൊരു പ്രോ സീരീസ് ക്യാമറയാണ് എടുക്കണമെങ്കിൽ നമുക്കൊരു ഒറ്റ സിംഗിൾ റീജിയൻ മാത്രമേ കോൺഫിഗർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു വാല്യൂ സീരീസോ അല്ലെങ്കിൽ പ്രോ സീരീസോ ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ റീജിയൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ 5 എണ്ണം കാണാൻ സാധിക്കില്ല, അതിനകത്ത് ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് 5 റീജിയൻസ് വരെ നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ സാധിക്കും. ഈ ROI എന്താണെന്ന് ഞാൻ പഴയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി ഇമേജ് സെറ്റിങ്സിൽ വരുന്ന ഓപ്ഷൻസ് ആണ്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ക്യാമറയെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ ഇമേജ് സെറ്റിങ്സ് എല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ ഇവൻ്റ് സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ബേസിക് ഇവൻറ്റ്സ് ഉണ്ട്. അതെല്ലാ ക്യാമറകളിലും കാണുന്ന ഇവൻറ്റ്സ് തന്നെയാണ് ബേസിക് ഇവൻറ്റ്. പക്ഷേ സ്മാർട്ട് ഇവൻറ്റ്സ് നമ്മളെല്ലാ ക്യാമറകളിലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതിനകത്ത് ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഓഡിയോ എക്സെപ്ഷൻ ഡിറ്റക്ഷൻ സെറ്റിങ്സ് ആണ്. ഇപ്പോൾ വളരെ വലിയൊരു ശബ്ദം ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന വളരെ വലിയൊരു ശബ്ദം പെട്ടെന്ന് നിലയ്ക്കുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അലേർട്ട് വരുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ നമ്മൾ ഈ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, അവിടെ നല്ല രീതിയിൽ ശബ്ദമുണ്ട്, പക്ഷേ പെട്ടെന്ന് ആ ഒരു ശബ്ദം അങ്ങ് നിലയ്ക്കുവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു അലേർട്ട് വരണം. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാം, കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല ഈ സീൻ ചേഞ്ച് ഡിറ്റക്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ചില ക്യാമറകളിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതെല്ലാം ഈ ഒരു അൾട്രാ സീരീസിൽ വരുന്നുണ്ട്. പിന്നെ അൾട്രാ സീരീസിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇതാണ് അൺഅറ്റൻഡഡ് ബാഗേജ് ഡിറ്റക്ഷനും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് റിമൂവൽ ഡിറ്റക്ഷനുമാണ്. ഇത് രണ്ടും നമ്മുടെ അക്യൂസൻസ് നോർമൽ അക്യൂസൻസ് ക്യാമറകളിൽ വരാത്ത സംഗതിയാണ്.
ലൈൻ ക്രോസിങ്ങും റീജിയൻ എൻട്രൻസും റീജിയൻ എക്സിറ്റ് ഡിറ്റക്ഷനൊക്കെ നോർമൽ എല്ലാ ക്യാമറകളിലും, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ നോർമൽ എല്ലാ ക്യാമറകളിലും വരുന്നതാണ്. പക്ഷേ ഈ അൺഅറ്റൻഡഡ് ബാഗേജും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് റിമൂവൽ ഡിറ്റക്ഷനും നമ്മൾ ഈ ഒരു അൾട്രാ സീരീസിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മെമ്മറി കാർഡ് നമുക്ക് ഇടാൻ സാധിക്കുന്നുള്ളതാണ്. ഒരു 256 GB മെമ്മറി കാർഡ് ഇതിനകത്ത് ഇട്ടുകൊണ്ട് നമുക്ക് ANR സെറ്റപ്പും കൂടെ ചെയ്യാൻ സാധിക്കും. ANR എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് നെറ്റ്വർക്ക് റീപ്ലേനിഷ്മെന്റ് എന്നുള്ള ടെക്നോളജിയാണ്. നമ്മുടെ ഈ ഒരു ക്യാമറ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാമറയ്ക്ക് സെപ്പറേറ്റ് പവർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യാമറ ഓൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് NVR എല്ലാം ഓഫായി പോയി കഴിഞ്ഞാൽ ക്യാമറ എന്ത് ചെയ്യും, ഈ വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്ന മെമ്മറി കാർഡിൽ സ്റ്റോർ ചെയ്ത് വെക്കും. നെറ്റ്വർക്ക് ഓക്കെ ആയി കഴിയുമ്പോഴത്തെ എന്ത് ചെയ്യുന്നു, ഈ ഇരിക്കുന്ന വീഡിയോ നേരെ സെൻഡ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് ANR ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ക്യാമറ നമ്മൾ മറ്റേതെങ്കിലും NVRലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു പ്രോട്ടോകോളാണ് ONVIF എന്ന് പറയുന്നത്. അതായത് ഹിക്വിഷൻ്റെ ഈ ഒരു ക്യാമറ എടുത്തിട്ട് നമ്മൾ മറ്റേതെങ്കിലും NVRൽ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ദഹുവയുടെയോ CP+ൻ്റെയോ ഹണിവെല്ലിൻ്റെ ഒക്കെ NVRൽ നമ്മൾ കൊണ്ട് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ONVIF എന്നുള്ളൊരു പ്രോട്ടോകോൾ ആവശ്യമാണ്, ഓപ്പൺ നെറ്റ്വർക്ക് വീഡിയോ ഇന്റർഫേസ്. ആ ONVIF പ്രോട്ടോകോളിൽ തന്നെ പല പ്രൊഫൈലുകൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ONVIF പ്രൊഫൈലുകളായിട്ടുള്ള എസും ജിയും ടി ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു നോർമൽ അക്യൂസൻസ് ക്യാമറയിൽ എസും ജിയും മാത്രമാണ് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പ്രൊഫൈല് ടീയും കൂടെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് 2-way ഓഡിയോ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. പക്ഷേ ഈ ഒരു ക്യാമറ, ഈ പർട്ടിക്കുലർ ക്യാമറയ്ക്കകത്ത് 2-way ഓഡിയോ കമ്മ്യൂണിക്കേഷൻ ഇല്ല കേട്ടോ. ഇതിൽ 2-way ഓഡിയോ ഉള്ള ക്യാമറയല്ല, ഇത് ഓഡിയോ ഉണ്ട്, പക്ഷെ അത് 1-way ആണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ ഒരു ക്യാമറയുടെ മൊബൈൽ വ്യൂ ആണ്. ഞാൻ NVR ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ക്യാമറ എൻ്റെ ഫോണിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു ക്യാമറ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നല്ല ഹൈ ക്വാളിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ പിഞ്ച് സൂമിങ്ങും കാര്യങ്ങളെല്ലാം വർക്ക് ആവുന്നുണ്ട് കണ്ടോ. നമുക്ക് സാധാരണ മൊബൈലിലുള്ള പോലെ തന്നെ മൊബൈൽ ഫോണിൽ നമുക്ക് IP ക്യാമറ കാണുമ്പോൾ കിട്ടുന്ന പോലെ തന്നെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറേ കൂടെ കൂടുതൽ സെറ്റിങ്സ് ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ്. ഈ ഒരു ക്യാമറയുടെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റിങ്സിലൂടെ തന്നെ എനേബിൾ ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല ഇൻ്റലിജൻറ്റ് ഡിറ്റക്ഷൻ ഏരിയ ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. മോഷൻ ഡിറ്റക്ഷൻ ഏരിയ മാർക്ക് ചെയ്യാൻ സാധിക്കും. ഡിറ്റക്ഷൻ ഏരിയയിൽ നമുക്ക് കൃത്യമായിട്ട് എവിടെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് വരച്ചിവിടെ കൊടുക്കാൻ സാധിക്കും കണ്ടോ. നമുക്ക് ഏത് ഏരിയ ആണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ ആ ഏരിയ നമുക്ക് മാക്സിമം നമുക്ക് കവറേജ് കിട്ടുന്ന രീതിയിൽ വരച്ചു കൊടുക്കാൻ സാധിക്കും. എന്നിട്ട് അവിടെ നമുക്ക് ഡിറ്റക്ഷൻ ടാർഗറ്റ് ഇത് കണ്ടോ, അവിടെ ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ ഉള്ളിയുണ്ട്, വെഹിക്കിൾ ഉള്ളിയുണ്ട്, ഹ്യൂമൻ ആൻഡ് വെഹിക്കിൾ ഉണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമറ വെച്ചിരിക്കുന്ന വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് അലർട്ട് വേണമെങ്കിൽ ഹ്യൂമൻ ഉള്ളി എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ ആ ഒരു ഏരിയ ഞാൻ ആദ്യം ചെയ്ത പോലെ കൃത്യമായിട്ട് വരച്ചു കൊടുക്കുക. എവിടെ കയറുമ്പോഴാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഏത് ഏരിയയിൽ വരുമ്പോഴാണ് നമുക്ക് അലർട്ട് വരേണ്ടതെന്ന് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കാൻ സാധിക്കും. എന്നിട്ട് ഓക്കെ അടിക്കുക. സെറ്റിങ്സ് നമ്മൾ എനേബിൾ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സെൻസിറ്റിവിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇതും കൂടെ ശരിയായിട്ട് കൊടുത്തെങ്കിൽ കറക്റ്റായിട്ട് അത് ഫംഗ്ഷൻ ചെയ്യുള്ളൂ. ഇപ്പോൾ ഭയങ്കര സെൻസിറ്റിവിറ്റി ഇട്ട് കഴിഞ്ഞാൽ വളരെ ചെറിയ മോഷൻ പോലും നമ്മുടെ ഫോണിലേക്ക് അലേർട്ടായിട്ട് വരുന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്രത്തോളം ആക്യുറസി നമുക്ക് കിട്ടില്ല. നമ്മൾ വെക്കുന്ന ക്യാമറ ഏത് സ്ഥലത്താണ് വെക്കുന്നതെന്നുള്ളതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ എന്ത് ചെയ്യണം, സെൻസിറ്റിവിറ്റി നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ വരുന്ന ഫീച്ചേഴ്സ്. പിന്നെ നമുക്ക് മെമ്മറി കാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോറേജ് സെറ്റിങ്സ് ഒക്കെ നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഞാൻ മെമ്മറി കാർഡൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ വേറൊരു അഡ്വാൻസ്ഡ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അൾട്രാ സീരീസിൽ വരുന്നത് എൻക്രിപ്ഷൻ പാസ്വേഡാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന മെമ്മറി കാർഡ് ആരുടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ മെമ്മറി കാർഡിലെ വീഡിയോ അവർക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. നമ്മളത് എൻക്രിപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ DDNSൻ്റെ കോൺഫിഗറേഷൻ ഞാൻ ചാനൽ മെമ്പർ വീഡിയോ ആയിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. DDNS നമ്മൾ കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാമറയുടെ എല്ലാ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിമോട്ട് കോൺഫിഗറേഷൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. അതുകൊണ്ട് അപ്പോൾ റിമോട്ട് കോൺഫിഗറേഷൻ ക്ലിക്ക് ചെയ്യണ സമയത്ത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടോ, കോൺഫിഗർ DDNS ഫസ്റ്റ് എന്ന്. ഞാൻ ഹിക്വിഷൻ്റെ DDNSും അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടി DDNS എങ്ങനെയാണ് കോൺഫിഗറേഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് ഹൈ ഡെഫിനേഷൻ സെറ്റപ്പിലേക്ക് പോകാൻ പറ്റും. സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ ഉണ്ട്, ഫ്ലുവൻ്റ് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ക്യാമറയുടെ മൊബൈൽ വ്യൂ ഓപ്ഷൻസിലേക്ക് വരുന്നത്. അപ്പോൾ വീട്ടിലോ ഓഫീസിലോ ഫ്ലാറ്റിലൊക്കെ നിങ്ങൾ ക്യാമറ വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇതേപോലുള്ള ഒരു ക്യാമറ നിങ്ങളൊരു 6000 രൂപ മുടക്കി എടുക്കുന്നതൊക്കെ നല്ലത്. ജസ്റ്റ് ഒരു 1000 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഒരു അൾട്രാ സീരീസ് ക്യാമറ എടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് എഴുതി വയ്ക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.